ഈ ഒരു തിരഞ്ഞെടുപ്പ് തോൽവി കൊണ്ട് CPM-ഓ ഇടതുപക്ഷമോ കേരളത്തിൽ നിന്ന് ഒലിച്ചു പോകുമെന്ന് ആരും കരുതേണ്ടതായിട്ടില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം കൊണ്ട് മാത്രം തകരുന്നത്ര ദുർബലമല്ല കേരളത്തിലെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ അടിത്തറ. നിലമ്പൂർ പരമ്പരാഗതമായി UDF-ന് സ്വാധീനമുള്ള മണ്ഡലമാണ്. മുൻപ് കോൺഗ്രസ് നേതാവായിരുന്ന PV അൻവർ ഇടതുപക്ഷത്തേക്ക് വന്നപ്പോഴാണ് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് ഇവിടെ വിജയിക്കാനായത്. അൻവർ കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിപ്പിച്ചത് ഈ വിജയത്തിന് ഒരു പ്രധാന കാരണമായിരുന്നു. അൻവർ ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ച് സ്വതന്ത്രനായി മത്സരിച്ച ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിവിധ ധ്രുവീകരണങ്ങളിലൂടെ 19,760 വോട്ടുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ വോട്ടുകൾ നിസ്സാരമായി കാണാനാകില്ലെങ്കിലും അൻവറിന്റെ സഹായം ഇല്ലാതെയും 11,077 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ഷൗക്കത്തിന് വിജയിക്കാനായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മധുരപ്രതികാരം തന്നെയാണ്. സിറ്റിംഗ് MLA രാജിവെച്ച് തനിക്കെതിരെ മത്സരിച്ച കടുത്ത പ്രതികൂല സാഹചര്യത്തിലും CPM-ന് അവരുടെ പരമ്പരാഗത വോട്ടുകൾ സംരക്ഷിക്കാൻ കഴിഞ്ഞത് ആശ്വാസകരമാണ്. പുതിയ കണക്കുകൾ പരിശോധിച്ചാൽ CPM-ന്റെ അടിസ്ഥാന വോട്ടുകളിൽ വലിയ ഇടിവ് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഇടതുപക്ഷ സ്ഥാനാർത്ഥി M സ്വരാജിന് 66,660 വോട്ടുകൾ നേടാനായിട്ടുണ്ട്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം എന്നാൽ അത് CPM ആണ്. എന്നാൽ UDF-ന്റെ കാര്യം അങ്ങനെയല്ല. അവിടെ മുസ്ലിം ലീഗിന്റെ സംഘടനാപരമായ കരുത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷൗക്കത്തിന് 77,737 വോട്ടുകൾ നേടാനായത്.